എല്ലാവർക്കും ഉത്രാട ദിന ആശംസകൾ. ഞാൻ എൻ്റെ കാലഘട്ടത്തിലേക്ക്, അതായത് എൻ്റെ ബാല്യകാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ഏകദേശം ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ്. 50 വർഷങ്ങൾക്ക് മുമ്പേ ഈ ഉത്രാടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഉത്രാട പാച്ചിൽ തന്നെയായിരുന്നു. ഇന്നത്തെ പോലെ മാളുകളോ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം. അന്ന് ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഒരു ഓണക്കോടി കിട്ടുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യം ആയിട്ടാണ് ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നത്. ആ ഓണക്കോടികൾ കിട്ടുന്നതിന് തന്നെ റെഡിമെയ്ഡ് തുണികളൊന്നും കിട്ടാത്തത് കൊണ്ട് വളരെ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പെങ്കിലും തുണിക്കടകളിൽ പോയിട്ട് തയ്ക്കാൻ കൊടുത്തെങ്കിലും മാത്രമേ നമുക്ക് ഓണക്കോടി കിട്ടുകയുള്ളൂ. ആ ഓണക്കോടി മിക്കവാറും കിട്ടുന്നത് നമുക്ക് തിരുവോണത്തിന്റെ തലേ ദിവസമായിരിക്കും. ആ ഓണക്കോടി കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് എത്ര പറഞ്ഞാലും തീരുകയില്ല. ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചോളം, ഇന്നത്തെ ജനറേഷനെ സംബന്ധിച്ചോളം, അവരെ സംബന്ധിച്ചോളം 365 ദിവസവും അവർക്ക് ഓണം ആണ് ശരിക്കും. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിലെ ഒരു ഉത്രാടത്തിന്റെ അന്ന് ഞങ്ങൾക്കൊരു ഓണക്കോടി കിട്ടി. പിറ്റേ ദിവസം തിരുവോണമാകുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ മഹാബലി തമ്പുരാൻ എഴുന്നള്ളുന്ന ഒരു ദിവസമാണ് ഉത്രാടമായിട്ട് ഐതിഹ്യത്തിൽ കൂടെ പറഞ്ഞു കേൾക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഓണ ആഘോഷം ഇത്തവണ അക്കാഫ് ആൾ കേരള കോളേജസ് അലുമിനി ഫോറത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയുടെ UAE സംഘടനയുടെ ഓണാഘോഷം എന്ന് പറയുന്നത് ഇത്തിസ്ലാത്ത് അക്കാദമിയിൽ ഈ വരുന്ന നവംബർ 9-ാം തീയതി നടക്കുകയാണ്. കലാലയത്തിന്റെ ഒരു ക്യാമ്പസിന്റെ പ്രതീതി ഉണർത്തുന്ന ഒരു ഓണാഘോഷമാണ് അന്ന് നടക്കുന്നത്. അതിലേക്ക് എല്ലാ കലാലയങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളെയും അക്കാഫിന്റെ കുടുംബാംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു.